സോ ഗൈസ് കറുപ്പ് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് പക്ക ഒരു ഫാൻറ്റസി മൂവി ആയിട്ട് വന്നു തോന്നിയേ. നമ്മുടെ ലോജിക്കുകളെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് സൂര്യനെ നമുക്ക് ഇഷ്ടമാണോ, പുള്ളിനെ ഇങ്ങനെ തിയേറ്ററിൽ നിറഞ്ഞങ്ങ് കാണാൻ പറ്റും. ഈ ഒരു ക്യാരക്ടർ സൂര്യനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല സൂര്യ പീക്ക് പെർഫോമൻസ്, അത്യാവശ്യം നല്ല ക്രൗഡുള്ള ഒരു തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാര്യം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. സൂര്യ ഫാൻസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രീറ്റ് ആണെന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു പടത്തിന്റെ സോങ്സും അതുപോലെ തന്നെ പടത്തിന്റെ മേക്കിങ്ങും എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ തോന്നിയത് ചില സീൻ വരുമ്പം ബാക്ക്ഗ്രൗണ്ട് ബീജയും ഇച്ചിരിയും കൂടെ ഹൈയിൽ ഇടായിരുന്നു എന്ന് എനിക്ക് തോന്നി. നമ്മുടെ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗിളി പോലെ സ്പൂഫോർഡെന്നും വേണേൽ പറയാം. ആ ഒരു രീതിയിലും കാണിച്ചിട്ടുണ്ട്, കുറെ റെഫറൻസുകൾ കാണിച്ചിട്ടുണ്ട്, കുറെ പടത്തിലെ സീനുകളുണ്ട്. പക്ഷെ അതെല്ലാം നല്ല രീതിയിൽ അത്യാവശ്യം അവർ മേക്ക് ഔട്ട് ചെയ്യാം. ഇതിനെല്ലാം ഉപരി ഈ ഒരു ചിത്രം കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഹാപ്പിനെസ് തോന്നും. കാര്യം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളിയുടെ സൂര്യയുടെ ഒരു നല്ലൊരു ചിത്രം കാണുന്നത് തിയേറ്ററിൽ. OTT ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ തിയേറ്ററിൽ സൂര്യയുടെ നല്ലൊരു ചിത്രം കാണാൻ കുറേ നാൾ കൂടിയാണ്. ആ ഒരു ഹാപ്പിനെസ്സും കൂടി ഈ ഒരു പടം കണ്ട് കഴിയുമ്പോൾ തോന്നും. പിന്നെ ഇപ്പോഴേ പറയാം, എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടത്തില്ല. OTT വന്നിട്ട് കാണാനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നോക്കി വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതൊരു പക്ക ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയല്ലോ, വിജയുടെ നമ്മൾ ഫാൻ ഷോ പോയി കാണുകയല്ലേ, ഒരു ഫാൻ ഷോ ഒക്കെ പോയി ബീസ്റ്റൊക്കെ ഫാൻ ഷോ പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഒരു ലോജിക്കും ഇല്ലായിരിക്കും, പക്ഷേ ആ ഒരു രീതിയാണ് ഈ ഒരു പടവും. നമ്മൾ ഫാൻ ഷോയ്ക്ക് പോയിട്ട് ആ സൂര്യ ഫാൻസിൻ്റെ ഇടയിലിരുന്ന് വിസിലടിച്ച് കാണാൻ പറ്റിയ ഒരു കിട്ടിലും പടം. ആ ഒരു ലെവലിൽ കാണാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ ഇത്രയൊക്കെ ഈ വീഡിയോ പറയുന്നത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.